അതെ, ഈ സഭയുമെല്ലാം ദൈവം മേത്രമായ നിലവാരത്തിൽ ദൈവം മാനിക്കുകയും ദൈവം സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. എൻ്റെ പേര് പാസ്റ്റർ യോഹന്നാൻ ബെനേസർ എന്നാണ്. സ്തോത്രം. ഞാൻ പാലിയോട് താമസിക്കുകയും മാരായമിട്ടം സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ 2 മക്കളും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പാസ്റ്റർ ശോഭ ലീച്ച്, മകള് ജെസ്സി ഈജെ, ടൈറ്റസ് സാമുവൽ ഒക്കെ തന്നെ ഇവർ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഏകദേശം 3 മാസത്തോളം കഴിഞ്ഞു സഭാ ചാർജ് എൻ്റെ മകനെ, ഞാനായിരുന്ന സ്ഥലത്ത് മകനെ ഏൽപ്പിക്കാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. പിന്നെയും ഉച്ചക്കട ഭാഗത്തും കർത്താവിൻ്റെ വേല നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ സ്ഥലത്ത് ദൈവവചനം കേൾക്കുവാനായി വന്നിരിക്കുന്നവരോടും പരിശുദ്ധനാകുന്ന ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവജനത്തോട് ഞാൻ പറയുന്നത്, പരിശുദ്ധനാകുന്ന ദൈവം നമ്മളോട് സ്വപ്നത്തിലൂടെയും അതേപോലെ ദർശനത്തിലൂടെയും അതുപോലെ മറ്റ് ദൈവഭൃത്യന്മാരുടെ പ്രവചനാത്മാവിലും നമ്മളോട് അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ സ്തോത്രം നടക്കാത്ത തരത്തിൽ ഇരുത്തുന്നവനല്ല ദൈവം. കാര്യങ്ങളെ നടത്തി തരുന്ന ദൈവമാണ്. 3-4 കാര്യങ്ങൾ ദൈവജനത്തോട് ഞാൻ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന മാരായമിട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാഹനം ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം കനാലിൻ്റെ കരയാണ്, ഒരു സൈക്കിള് പോലും പോകത്തക്ക വീതി ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ ദൈവത്തോട് ഒരു കൂട്ടം ദൈവമക്കൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വഴിയൊരുക്കി തരണമെന്ന്. ഇന്ന് ഞാൻ പറയുന്നു, ഞങ്ങളുടെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ സ്തോത്രം ബൈക്കല്ല പാർക്ക് ചെയ്യുന്നത്, കാർ ഉൾപ്പെടെ പാർക്ക് ചെയ്യത്തക്ക തരത്തിൽ ദൈവം റോഡ് ഞങ്ങൾക്ക് വിശാലമാക്കി തന്നു. എന്തിന്, ഒരാൾ പോലും ആരാധനയ്ക്കില്ലാതെ ഞാനും എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ഏകദേശം 4 വർഷത്തോളം ദൈവമേ നീ അങ്ങയുടെ വേലയാണ്, അങ്ങ് പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതാകുന്ന സ്ഥലത്ത് ഇന്ന് ഹോൾ നിറച്ച് ദൈവത്തെ ആരാധിക്കത്തക്ക തരത്തിൽ ജനം വരാൻ ദൈവം സഹായിച്ചു. ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക, ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്യും. ദൈവം, നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ നോക്കുന്നത്, ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മെ നോക്കുന്നത്. ശുശ്രൂഷകന്മാരെ ദൈവം നോക്കുന്നതും ഇതുപോലെ തന്നെ ആയിരിക്കും. സ്തോത്രം. എന്നെ ദൈവം പഠിപ്പിച്ച ഒരു പഠനം ദൈവജനത്തോട് ഞാൻ പറയുകയാണ്. ഒരു സഹോദരി പിശാച് പിടിച്ചതാകുന്ന ഒരു സഹോദരി, അവരെ ദൈവം എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അതിലേക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് 3.5 വർഷമാണ്. 3.5 വർഷം എന്ന് പറഞ്ഞാൽ എനിക്കറിയുന്ന പാർഷേഴ്സിനെല്ലാം ഞാൻ കൊണ്ടുവന്നു ഈ പിശാചിനെ പുറത്താക്കാൻ വേണ്ടി. ഈ പിശാച് പോകുകയല്ല. ഞാൻ ഓർത്തു, ദൈവം എനിക്കതിൻ്റെ കൃപയില്ല. ഞാൻ സമ്മതിച്ചു, എനിക്കതിൻ്റെ കൃപയില്ല. പല സ്ഥലത്തും പോകുമ്പോൾ ദൈവം എന്നെ വഹിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ചർച്ചിനകത്ത് ഈ സഹോദരനും പോകുന്നില്ല. ഞാൻ ആകെ വിഷമിച്ചു. അവസാനം ഈ പിശാച് ഇളകിച്ച് പറയുകയാണ്, അവിടെ ഇവിടെയും ചെന്നൊക്കെ പുറത്താക്കുന്നല്ലോ, എന്നെ പുറത്താക്കുന്ന എൻ്റെ മുഖത്ത് നോക്കി പറയുവാണ്. ഞാൻ പറഞ്ഞു, ഞാനല്ല പുറത്താക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എങ്കിലും ഉള്ളിൽ നല്ല വിഷമമുണ്ട്, കർത്താവ് ഇത് പോകുന്നില്ലല്ലോ എന്നാണ്. എന്നാൽ പറയട്ടെ, വന്ന പാസ്റ്റേഴ്സ് എല്ലാം തന്നെ അവസാനത്തിൽ പറഞ്ഞേച്ചു പോകും, ഇത് പാസ്റ്റർ കൈവഴിയേ പോകൂ, പാസ്റ്റർ കൈവഴിയേ പോകത്തുള്ളെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇത് ആരെങ്കിലും കൈവഴിയൊന്ന് പോയാൽ മതി, ഈ സഹോദരി സൗഖ്യമാക്കട്ടെ എന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ പറയുന്നു, ഇത് അവസാനത്തിൽ എനിക്ക് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു പാഠമായിരുന്നു പ്രിയരെ. സ്തോത്രം. അവസാനത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു, ദൈവമേ, വളരെ അപമാനമായിരിക്കുന്നുണ്ട്. പുതുതായിട്ട് വരുന്ന ആൾക്കാർ നോക്കിയിട്ട് പറയുകയാണ്, ഇതിവിടെ കിടന്ന് കുറേ കാലം കൊണ്ട് ചാടുന്നു ഓടുന്നു, ഇതിനൊരു മാറ്റവും വരുന്നില്ല, ദൈവം ഇതിനെ മാറ്റം വരുത്തിയേ പറ്റൂ. ഞാനൊരു തീരുമാനമെടുത്തു, കഠിനമായ ഉപവാസം. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുവാണ്.
1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം. 5-ാം ദിവസം എത്തിയപ്പോൾ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സഭയിൽ വിശ്വാസികളും മറ്റുള്ളവരെല്ലാം പറഞ്ഞു, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ പോവും, എന്തായാലും ഉപവാസം നിർത്താൻ പറഞ്ഞു. ഉപവാസം നിർത്താൻ പറഞ്ഞു. ഞാൻ നല്ല ക്ഷീണിച്ചു. എൻ്റെ ഇവിടെ ഈ വെള്ളമൊക്കെ വറ്റി, ഇതൊക്കെ അങ്ങ് അകത്ത് പോയി, കണ്ണൊക്കെ അകത്ത് പോയി, സൗണ്ടൊന്നുമില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, ഒന്നുകിൽ കർത്താവ് പിശാചിനെ പുറത്താക്കണം, അല്ലെങ്കിൽ ദൈവം എന്നെ എടുക്കണം. ഇതാണ് പ്രാർത്ഥന. ഇതെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇങ്ങനെയാണായിരുന്നത്. പ്രിയരെ, 5-ൻ്റെ അന്ന് ദൈവം കരുണ കാണിച്ച് ഈ സഹോദരിയെ അലട്ടിയതാക്കുന്ന പിശാച് അവൻ ഇങ്ങനെ തേരിൽ വരുന്ന ഒരു വെളിപ്പാട് അങ്ങനെ ദൈവം ഉച്ച സമയപ്പോൾ ദൈവം എന്നെ കാണിച്ചു. ഇത് വരപ്പെടുകയും ഈ സഹോദരിയുടേതാകുന്ന തലയിലോട്ട് വന്ന് കയറുകയും ഈ സഹോദരി തീയേന്ന് പറഞ്ഞ് വിളിച്ചവിടെ വീണു. സ്തോത്രം. തീയെന്ന് പറഞ്ഞ് അവിടെ വിളിച്ചു വീണു. അപ്പം ഞാൻ ഈ യേശുവിൻ്റെ നാമത്തിൽ പിശാചെ ഈ സഹോദരി വിട്ടുപോ എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് ഇത്രയും സൗണ്ടൊന്നുമില്ല, ചെറിയൊരു സൗണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോ പിശാചെ, അതപ്പോൾ തന്നെ വിട്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് പിന്നെ നമ്മുടെ വായി വിശുദ്ധമായിരിക്കണം, നമ്മുടെ ശരീരം വിശുദ്ധമായിരിക്കണം. ആമേൻ. ദൈവം പ്രവർത്തിക്കുന്നതെല്ലാം വിശുദ്ധിയിലാണ്. സ്തോത്രം. അതുകൊണ്ട് അന്ന് ആ സഹോദരിൽ നിന്നും പിശാച് പോകപ്പെടുകയും ദൈവം സഭയെ അനുഗ്രഹിക്കുകയും ദൈവം വർദ്ധിപ്പിക്കുവാനും ദൈവം ഇടയാക്കി. ഇന്ന് ആ ചർച്ചിൽ നിന്നും സ്തോത്രം അനേക ദൈവദാസന്മാർ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോഴും ദൈവവചനം പഠിക്കുന്ന ബൈബിൾ കോളേജിൽ കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലവാരത്തിലും ദൈവത്തിൻ്റെ സഭയെ ദൈവം ഉയർത്തുവാനായിട്ടിടയായി തീർന്നു. അനേകരുടേതായിരിക്കുന്ന അനേക വിവാഹങ്ങൾ നടത്തിവിടുവാൻ ദൈവം സഹായിച്ചു. അനേകരുടെ വീടുകൾ വയ്ക്കുവാൻ ദൈവം സഹായിച്ചു. അനേകരെ വ്യത്യസ്തമായ ഓരോ കാര്യാദികൾക്ക് ദൈവം കണ്ടതുപോലെ ദൈവമാക്കാനിടയായി തീർന്നു. ഞാൻ പറയുന്നു, ഇതിനകത്ത് ഈ വചനം കേൾക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നത്, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക. ആമേൻ. ഞാൻ എപ്പോഴും ഉപദേശിക്കുന്ന, എവിടെ ചെന്നാലും ഞാൻ ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ചർച്ചിൽ ഞാൻ മീറ്റിങ്ങിന് ചെന്നപ്പോൾ 11 മണിയായിട്ടും അതിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നിട്ടില്ല. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഇതെന്താ ഇങ്ങനെ തുറക്കാത്തതെന്ന്. ഞാൻ അവിടെ നിന്നിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ വന്നു. അത് ഇവിടെ പിന്നെ ജോലിക്കൊക്കെ പോയി ചന്തയിലൊക്കെ പോയിട്ട് ആൾ വരുമ്പോൾ 11:30 മണിയൊക്കെ ആവും എന്ന് പറഞ്ഞു. ശരി, എന്നാലും ഞാൻ പിന്നെ അദ്ദേഹത്തോടൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ അകത്ത് കയറി സ്തോത്രം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ഒരു 12 കാലൊക്കെ ആയെന്ന് തോന്നുന്നു. എനിക്ക് മയക്ക് തന്നിട്ട് പറഞ്ഞു 1 മണിക്ക് നിർത്തണമെന്ന്. യേശു സ്തോത്രം, ഹല്ലേലൂയ. അന്നത്തെ കാലത്തെ ദൈവദാസന്മാർക്കറിയാം, രാവിലെ മീറ്റിങ്ങൊക്കെ തുടങ്ങിയാൽ 3-3:30 ആകും തീരുമ്പോഴേ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാലും ഞാൻ അവിടെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. പക്ഷേ ഞാനായിരിക്കുന്ന സ്ഥലത്ത് അങ്ങനെയല്ല, കറക്റ്റ് ടൈമായിരിക്കും. 10 പറഞ്ഞാൽ ആ സമയം അവിടെ തുടങ്ങിയിരിക്കും. തീരുന്നത് ചിലപ്പോൾ 5-10 മിനിറ്റ്, ചിലപ്പോൾ കൂടിയെന്ന് വന്നേക്കാം. സ്തോത്രം. പക്ഷേ ടൈം കറക്റ്റായിരിക്കും. ദൈവകൃപയിൽ ഇന്നും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാത്തിനും ഒരു ടൈമിങ് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ഇവിടുത്തെ സഭായോഗം എനിക്ക് സമയം ഞാൻ അറിയില്ല, ഞാനിൻ്റെ ഇത് കണ്ടില്ലായിരുന്നു. സ്തോത്രം. ആ സമയത്തിനൊരു 5 മിനിറ്റിന് മുമ്പേ നിങ്ങൾ ഇതിനകത്ത് വന്നിരുന്നു. ദൈവമേ, എൻ്റെ കർത്താവേ, എനിക്ക് അങ്ങേ ആരാധിപ്പാൻ എനിക്ക് കഴിയണം, എനിക്ക് കൃപ തരണമെന്ന് പറഞ്ഞ് ചെയ്തു നോക്ക്. മഹാജയം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ ദിനത്തിൽ ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ മുമ്പിലെടുത്ത തീരുമാനങ്ങൾ അത് ഒന്ന് ക്രമീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഉപവാസം ജയിച്ചു. സ്തോത്രം. 2, നമ്മൾ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന പലതരത്തിലെ വാക്കുകൾ ഉണ്ട്. അത് ഈ ഉപവാസം കഴിഞ്ഞാലും പിന്നെ എന്തു ചെയ്യും? അത് നമ്മുടെ നാവിൽ വരും. ഇത് ജയിച്ചാൽ ഉപവാസം ജയിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നേരെയാക്കി നിർത്തുവാൻ കഴിയുന്ന ഒരു ഉപവാസമാണ് എങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ ജയിച്ചിരിക്കുകയാണ്.
കാരണം യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുമ്പോൾ അവർ ആ വടിയിൽ വെച്ച് അവർ സൗഖ്യമാകുകയാണ്. കണ്ടോ, സൗഖ്യമാകുന്നത് കണ്ടോ. അപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ, ഉപവാസം കഴിഞ്ഞാൽ പിന്നെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഒരു ശക്തമായ വചനത്തിൻ്റെ വെളിപ്പാട് ഇന്ന് ഈ നിങ്ങളോട് പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്ന് വചനം കേട്ട് നമ്മൾ ഇവിടുന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം, ഈ കേൾക്കപ്പെട്ട വചനത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നന്മയും കരുണയും എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. ആ കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നന്മയും കരുണയും, നന്മയും കരുണയും, നന്മയും കരുണയും. ഉടബല ചംദര ഹത്തര ദിഗല റംദല ഭവ ഉടബല ചംദര ഉടബല ഭൗഷബ റീബല അത്തിരി ഗടഗല ഹദര ജലഗബല ഭൗഷംദ രഗലഗ അത്തിരി വിരിവര വരബല ഭൗഷബ റീബല ഉടബല അത്തര ദിഗല റംദ റീബൽ കത്ത റബല റബലബ ഉടബലാദര ഗദര ദരഗബല ബലബ ചംദല ഭൗഡബ റീബല അത്തിരി ജാലഗ രഗജ റീബല ഉടബല ബലബ ചംദ രാജ അത്ത രാജ റീക ബാല ഷൗഡ ബാല ദീരാ ജാര അത്ത രാജ റീക ബാല ചംദ രാജ ദീരാ ബാല അത്ത രാജ ദീരാ ബാല ശംദ രാജ ധീരാ ബാല രൗഡ ബാല അത്ത രാജ ധീരാജാര ദീബാലാജ രംദ രാജ ധീരാജാര അത്തര ജഗല റംദൽ ഭൗഡബ റീബിലി ഉടബല ബലബ ശംദൽ ഭൗഡാരഗല രംദല ബബ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം പൂട്ടിക്കെട്ടി പോകും എന്ന് പറഞ്ഞതാകുന്ന ഈ ദേശത്ത് അടബല ക്ഷംദര ഹത്തക്ഷാരകൾ കടംതലവ വിഷമിപ്പിക്കുന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ചതുപോലെ ഉള്ളതായ തരത്തിൽ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവമായ കർത്താവ് ശത്രുവിൻ്റെ പദ്ധതിയെ പൊളിച്ചുകൊണ്ടാണ് ഈ മീറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം തൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കത്തില്ല. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും. ഓ റബല ശബ്ദരാജാരാധാര അത്തരാജാരാധാര ബലബല ബൗഡബല അതര ജഗല റംദ ഭൗഡബ റീബല ഉഡബല ബൗഡാരഗല അത്തര ജഗല രഗലെ രഗദ റംദ റീബൽ റംദല ബൗഡബ റീബല ബൗഡ അതിര ഗടഗദ റീബിലി ഉഡബല ബലബല ബൗഡബ റീബിലി ഉഡബല ബലബല ബൗഡബ. ആരാധനയ്ക്ക് വന്നിരിക്കുന്നവരുടെ ഇടയിൽ പോലും ബോധം കെട്ട് നിലത്ത് വീഴത്തക്ക നിലവാരത്തിലും എടുത്തുകൊണ്ട് ഇപ്പോൾ പോകുന്നത് കാണാമെന്ന് പറഞ്ഞ് ദുഷ്ടനായിരിക്കുന്നവൻ തൻ്റെതായിരിക്കുന്ന ആയുധങ്ങളും അവൻ്റെതാകുന്ന തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും കർത്താവിൻ്റെ പൊന്നുകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഈ ഉപവാസ പ്രാർത്ഥന 18ാമത്തെ ദിനമുണ്ടല്ലോ, നാളത്തെ ദിനത്തിൽ നീ കാല് വയ്ക്കാൻ ദൈവം നിനക്ക് ഭാഗ്യം തന്നാൽ ദീർഘകാലങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘകാലങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അത്ഭുതങ്ങൾ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം. ഞാൻ ദൈവജനത്തോട് പറഞ്ഞത്, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം ഒരിക്കൽ എന്നോട് ഇങ്ങനെ സംസാരിച്ചത് ഒരു സ്വപ്നത്തിൽ കൂടെയാണ്. ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങനെ ആ സ്ഥലത്ത് തന്നെ അവിടെ കിടന്നുറങ്ങുന്നത്. 400 ഗ്രാം പാല് വാങ്ങി ഒരു വലിയ പാത്രത്തിൽ ചായ ഉണ്ടാക്കി അവിടെ ഇരുന്ന സഹോദരങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കുടിക്കും. അപ്പം അതിൽ ഈ ഗ്ലാസ് കഴുകി ഒഴിക്കുന്ന കളറേ ഉള്ളൂ ചായക്ക്. അപ്പം എന്നോട് സഹോദരങ്ങൾ പറഞ്ഞു, ഇച്ചിരി കട്ടി കൂട്ടിയാൽ കൊള്ളാം. ഞാനെങ്ങനെ കൂട്ടും, തേക്കേണ്ടിയോ? അവസാനം എല്ലാവർക്കും ലൂസ് മോഷനായി. കാരണം ഇത് നിൽക്കുന്നില്ല. ഞാൻ ആ നിലവാരത്തിൽ സാമ്പത്തികം അല്ലെങ്കിൽ
പാല് വാങ്ങാൻ പൈസ ഇല്ലാത്ത തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ ദൈവം രാത്രിയിൽ ഒരു സ്വപ്നം എന്നെ കാണിച്ചു. ഒരു ഗർഭിണി ആട് അതിനെ ആലയത്തിൻ്റെ അകത്ത് കൊണ്ട് കിടത്തിയിരിക്കുന്നു. എന്നോട് ദൈവം പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം, ഇത് സൗഖ്യമാകും. നീ പ്രാർത്ഥിക്കണം, ഇതിനെ സൗഖ്യമാകും. അപ്പം ഞാനങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആട് സൗഖ്യമായി. ആട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. രാത്രി കിടന്ന സ്വപ്നമാണ്. പ്രിയരെ, പാത്രം വെച്ച് ഞാൻ തന്നെ കറക്കുകയാണ്. ഈ പാത്രത്തിൻ്റെ ഏകദേശം നിറഞ്ഞ് പാല് കിട്ടി. കേൾക്കണോ? 400 ഗ്രാം പാല് വാങ്ങിയെടുത്ത് ഇന്ന് 7 ലിറ്റർ പാലാണ് വാങ്ങുന്നത്. സ്തോത്രം. നിന്റെ ദൈവം നീ വിതച്ചത് ശത്രു കൊണ്ടുപോയെങ്കിൽ ആ കൊണ്ടുപോയതിനെ നോക്കണ്ട, പിന്നെയും വിതയ്ക്ക, പിന്നെയും പ്രാർത്ഥിക്കുക, പിന്നെയും പ്രാർത്ഥിക്കുക, പിന്നെയും പ്രാർത്ഥിക്കുക, പിന്നെയും ചെയ്യുക, പിന്നെയും ചെയ്യുക. അതൊരു നീതിയായി ദൈവം കണക്കിടും. സ്വത്രം. ഇത് ദൈവജനത്തോട് ഞാനിത് പറയുന്നതിന് വളരെ പ്രധാനമുണ്ട്. ഞാനായിരുന്ന സ്ഥലം CSIയുടെ ഒരു ബ്രാഞ്ച് പ്രാർത്ഥന പുരയായിരുന്നതാണ്. എൻ്റെ പപ്പയും അമ്മയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവരെല്ലാം മരിച്ചുപോയി. അതിനുശേഷം ഞാനവിടെ നടത്തപ്പെടുമ്പോൾ 2 കുടുംബം സഭയിൽ വന്നു. അവിടെ ഇങ്ങനെ വേറെ എങ്ങും പോകാതെ നിൽക്കുകയാണ്. ഇപ്പം ഞാനോർത്ത്, കർത്താവ് എന്തായാലും അവരുണ്ടല്ലോ, നടത്താമെന്ന് പറഞ്ഞ് നടത്തി. ഇവർ 2 പേരും അങ്ങ് പോവുകയും ചെയ്തു. ഈ 2 കുടുംബം അങ്ങ് പോയി. ഞാനും ഭാര്യ മക്കളുമായിപ്പോയി. ദൈവമേ, എന്ത് ചെയ്യാനൊക്കും? എൻ്റെ ബന്ധക്കാരും സ്വന്തക്കാരും ഹിന്ദുക്കളായിരിക്കുന്നവർ പലരും വ്യത്യസ്തരായ ആൾക്കാരാണ്. അവർ പറഞ്ഞു, ഇവനിതെല്ലാം ഇട്ടിട്ടിപ്പോൾ പോകുമെന്ന് പറഞ്ഞു. സ്വോത്രം. കാരണം തിന്നാനില്ല, കുടിക്കാനില്ല, വണ്ടിക്ക് വിളിക്കുക പൈസയില്ല, ആകപ്പാട ഞെരുക്കത്തില്ല. എന്തോ ദൈവം ഞങ്ങളങ്ങ് നിർത്തി. സ്തോത്രം. അന്ന് ചെയ്തൊരു പരിപാടിയാണ് ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാൻ ഭയങ്കര കൊതിയാണ്. ഞാൻ വളർന്നതെല്ലാം ഉപവാസത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഇടപെടുകയും അനേക രോഗികൾ സൗഖ്യമായി, അനേക ഭൂതങ്ങൾ വ്യക്തികളിൽ നിന്ന് വിട്ടുപോയി, അനേക രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരാൻ തുടങ്ങി. അത് ദൈവം ഞങ്ങളെ എങ്ങനെ പണിത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ 2 കുടുംബങ്ങൾ പോയത്. ഈ പോയവരെയും ദൈവം അനുഗ്രഹിച്ചു, ഈ സ്ഥലത്തെയും ദൈവം അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞതെന്നറിയാമോ, നമ്മുടെ കൂടെ പ്രാർത്ഥിച്ചവരോ നമ്മോട് കൂടെ ഇരുന്ന് ദൈവത്തെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തിയവർ പിന്മാറ്റത്തിൽ പോയെങ്കിൽ അതിന് കട്ടിയ, അത് വിടരുത്, അത് പ്രാർത്ഥിക്കണം. പക്ഷേ അവർ മറ്റൊരു സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കുന്നില്ല, ദൈവം അങ്ങനെ ആക്കി. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ അവിടെ 2 ആൾ ഇരിക്കുന്നിടത്ത് ഇല്ലാതിരിക്കുകയാണ്, അവിടെ 4 വരണമെന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വരപ്പെടുമ്പോൾ നിറഞ്ഞ ആൾക്കാർ വരുമ്പോൾ ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. കർത്താവേ കാല് നീട്ടാൻ പറ്റുന്നില്ല, കർത്താവേ കാല് തിരിക്കാൻ പറ്റുന്നില്ല, കർത്താവേ. ഇങ്ങനെയാണ് ആരാധനാലയം വലുതാവുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾക്കൊന്ന് ചായ ഇട്ട് കുടിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല, കർത്താവേ. ആരാധന കഴിഞ്ഞിട്ടൊന്ന് വിശ്രമിക്കാനായിട്ട് ഒരു റൂമില്ല, കർത്താവേ. ഇതൊക്കെ ആവശ്യക്കാർ ദൈവത്തോട് പറയുമ്പോഴേ ദൈവം തരുന്നേ. പിടികിട്ടുന്നുണ്ടോ? അപ്പം ഇതിനകത്ത് ആ ഞെരുക്കം വരണം. ആ ഞെരുക്കം 4-ാം സങ്കീർത്തനം പറഞ്ഞിട്ടില്ല, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. അപ്പോൾ ഓർത്തോണമേ, ഞെരുക്കം വന്നാലേ വിശാലതയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. അടബല ശംദര ഹത്തിര ബലബൗ ശംദര. ഇതിനകത്തുള്ള ദൈവജനത്തോട് ദൂത് പറയാ, നീ വാടക വീട്ടിലാണോ താമസിക്കുന്നത്? നീ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഞെരുക്കമുള്ള സ്ഥലമാണോ? പക്ഷെ ഞാൻ പറയുന്നു, ഒരു വിശാലതയ്ക്ക് വേണ്ടി അല്ലയോ നീ ദൈവമേ എന്ന് പറഞ്ഞ് വിളിക്കുന്നതെങ്കിൽ അതിൻ്റെ മറുപടിയാണ് ഇന്ന് ഞാൻ 4-ാം സങ്കീർത്തനത്തോടെ പറയുകയാണ്, നിന്റെ വിശാലത നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്.
അതിരകടകജല തുറബലബ രഗടകടജല ധർബലബ രഗടകടജല ധർബലബ ശാന്താരജല അത്തിരാജകല റംദല ബൗഷബരീബല ബലബല ബൗഡാ രഗദക അത്തിരകടകല ഗലദല ധർബല ബലബല ബൗഷബരീബല അത്തിരകടകടജല ധർബലബല ബൗഷാര അതിരാജല തേരബലബ ഉഡാബല ശാന്താരാജ ധീരാബല ശൗഡാജാര ധീരാബല അത്താരാജ ധീരാബല ശൗഡാജാര ധീരാജാര ധീരാബല അത്താരാജ ധീരാബല ശൗഡാബല ധീരാജാര ധീരാബല അത്താരാജ ധൂരാബല ഭൗഡാബല ധീരാജാര ധീരാബല. യേശുവിൻ്റെ നാമത്തിന് മഹത്വം. എൻ്റെ ദൈവത്തിൻ്റെ ജനത്തോട് ഞാൻ ദൈവസ്നേഹത്തിൽ ഞാൻ പറയുകയാണ്, സ്തോത്രം. ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ഇരിക്കുന്ന ദൈവമക്കൾ, നമ്മളുടെ തീരുമാനങ്ങൾ എന്തെങ്കിലും മാറിപ്പോയെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരിക. നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നെങ്കിൽ അതിനെ ക്ലിയറാക്കുക. നമ്മുടെ സംസാരത്തിൽ പിഴവുകൾ വരുന്നെങ്കിൽ അതിനെ ക്ലിയറാക്കുക. ദൈവം വിളിച്ച വിളി വിട്ട് മാറിയെങ്കിൽ ദൈവ വിളിയിലേക്ക് കയറി വരിക. ഇതെല്ലാം ക്ലിയറാകപ്പെടുമ്പോൾ നമ്മുടെ കാര്യമെല്ലാം ദൈവം ക്ലിയറാക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നല്ല നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറട്ടെ. ഇന്ന് ഈ സമയത്തിൽ ഞാൻ ദൈവവചനത്തെ നിങ്ങളോട് പ്രസംഗിക്കുന്നതിന് മുമ്പ് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഈ സ്ഥലത്ത് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ ദിനത്തിൽ എന്നെ വിളിച്ചിരിക്കപ്പെടുമ്പോൾ ഞാനും ആമേൻ സ്വത്രം വളരെ അത്ര ഒരു ദാഹത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരത്ഭുതം നടന്നേ പറ്റൂ. ദൈവവേലയ്ക്ക് നിങ്ങൾക്ക് വീടില്ല എങ്കിൽ അതൊരു ഭൗതിക കാര്യം. ഒരാരാധനാലയമില്ലെങ്കിൽ അതൊരു ഭൗതിക കാര്യം. നിങ്ങളുടെ ശരീരത്തിൽ രോഗമാണെങ്കിൽ അതും ഭൗതികമായ കാര്യം. 2, ആത്മീക തലത്തിൽ വളരാനായിട്ട് വാഞ്ചോടിരുന്നിട്ടും വളരാൻ കഴിയാതിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുള്ളവരാരെങ്കിലും രക്ഷിക്കപ്പെടാതിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ദേശത്ത് ഏതെങ്കിലും ആഭിചാരത്തിൻ്റെ ശക്തി കൊണ്ട് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അനുഭവം ഉണ്ടെങ്കിൽ അത് ഏതായാലും ഇന്നിവിടെ അടിഞ്ഞു മാറാൻ തക്കവണ്ണം എല്ലാ കണ്ണുകളും അടച്ച് ആമേൻ. എനിക്കറിയാം നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയുടെ സ്തോത്രം 18ാമത്തെ ദിനമാണ്, ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ദൈവമേ, ഇന്നത്തെ ഈ ദിവസത്തിൽ തന്നെ എനിക്കൊരു ദൈവിക അനുഗ്രഹം കാണുവാൻ, ദൈവമേ, എൻ്റെ ജീവിതത്തിലുള്ള കുറവ്, എൻ്റെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന തെറ്റ് ഇപ്പോഴും അത് എൻ്റെ വാഗ്ദത്തം തടഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവം ആ തെറ്റും പാപപ്രവർത്തനങ്ങളും എന്നിൽ നിന്നും നീക്കിയെന്നും ഞാൻ പൂർണ്ണമായി അറിയത്തക്ക തരത്തിൽ ദൈവം ഇന്ന് തന്നെ ഈ സമയം തന്നെ ഈ പകലിൽ തന്നെ കർത്താവ് ഈ ആരാധന തീരും മുമ്പ് തന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ച് എന്നെ പറഞ്ഞേക്കാവൂ. കഴിയുന്നവർ മാത്രം ഒന്ന് മുട്ടിന്മേൽ നിൽക്കാമോ? കഴിയുന്നവർ മാത്രം കസരിയിരിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കുക. സ്വത്രം കഴിയുമെങ്കിൽ മാത്രമേ പാടുള്ളൂ. ഹല്ലേലൂയ. മുട്ടിന് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിൽക്കരുത്, ആമേൻ, മുട്ടിമേ നിൽക്കരുത്. കഴിയുന്നവർ മാത്രം. ഇതേതെങ്കിലും ആചാരമൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവമേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണം. ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ അടുക്കാത്ത നിലവാരത്തിലും ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കുവാൻ കഴിയാത്ത നിലവാരത്തിലും ഞാൻ ആയിരുന്ന ഭാഗങ്ങൾ ഇന്നും എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായിരിക്കുന്നെങ്കിൽ മഹാപുരോഹിതനാകുന്ന യോശുവയുടെ പത്രത്തെ തക്കം നോക്കി കാത്തു പിശാച് ഈ ദൈവത്തോട് അവൻ കുറ്റം പറഞ്ഞതുപോലെ ഈ 18ാമത്തെ ദിനത്തിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ആമൻ പിശാച് തടസ്സം ചെയ്യുന്നെങ്കിൽ എൻ്റെ കർത്താവേ, എനിക്ക് ക്ഷമ തന്ന എൻ്റെ കർത്താവേ, ഇന്ന് ഈ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഞാൻ വരുന്ന ഞായറാഴ്ച ഏറ്റവും അധികം സന്തോഷത്തോടു കൂടി ആയിരിക്കണം എൻ്റെ വീട്ടിൽ നിന്നും വരേണ്ടത്. എന്നെ കാണുന്നവർ പറയണം, നിനക്കെന്തോ കിട്ടിയല്ലോ. അവരുടെ മുഖത്ത് നോക്കി പറയേണ്ടതിന് എൻ്റെ ദൈവമേ, 2025 ആമൻ സമാപനത്തോടടുത്ത് വന്ന മാസത്തിൽ എൻ്റെ ദൈവം എന്നെ മാനിച്ചു കേട്ടോ. എൻ്റെ
കൊച്ചിൻ്റെ കാര്യം, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, എൻ്റെ കാര്യം, എൻ്റെ വസ്തുവിൻ്റെ കാര്യം, എൻ്റെ രോഗത്തിൻ്റെ വിഷയം എന്ന് വേണ്ട, ഒരു സന്തോഷത്തിൻ്റെ വാക്ക് പറയുവാൻ ദൈവമേ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അതിനേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കുമെന്ന ദൈവത്തിൻ്റെ വചനപ്രകാരം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരികയാണ്. കർത്താവേ, ഏതെങ്കിലും വിധത്തിൽ പിശാചായിരിക്കുന്നവൻ ഞങ്ങൾക്ക് വിടുതൽ വരാതിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വായി കൊണ്ടോ ഞങ്ങളുടേതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് പറ്റിപ്പോയതും പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ അതവൻ്റെ ആയുധമായി പിടിച്ചു വെച്ചിരിപ്പാൻ ദൈവം അനുവദിക്കാതെ വണ്ണം ഞങ്ങൾക്കെല്ലാവർക്കും അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ദൈവം നൽകി. ഇന്ന് കർത്താവെ, നല്ല നിലത്ത് വീണ വിത്ത് അത് 100 മേനി ഫലം പുറപ്പെടുവിച്ചതുപോലെ ഈ ഉപവാസ പ്രാർത്ഥന 18ാമത്തെ ദിനത്തിൽ ഞങ്ങൾ ഒരുമിച്ചോ ദൈവത്തിൽ സന്തോഷിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ദൈവം ചെയ്യുന്ന അത്ഭുതത്തിനായി സ്തോത്രം ചെയ്യുന്നു, വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു, ജയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിശയം നടന്നല്ലോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിക്കാം. സ്തോത്രം. ആമേൻ, ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കാമോ? സ്തോത്രം. ആമേൻ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അപ്പോൾ ഈ ആ നക്ഷത്രം ഒരിക്കൽ കണ്ടതല്ലേ? ശരിയല്ലേ? പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. എന്തൊരു വിഷമല്ലേ? അപ്പം കാണത്തില്ലയോ? കാണും. ദൈവം കാണിക്കും. ദൈവം അത് തരും. ഉടഞ്ഞു പോയ പാത്രം ഒരിക്കലും ദൈവം എറിയത്തില്ല. ആ ഉടഞ്ഞതിനെ അച്ചിൻ്റെ പുറത്ത് വെച്ച് മേത്രമാക്കി പ്രാർത്ഥനമാക്കി മാറ്റുന്നത് പോലെ ദൈവം ഒരു മേത്രമായ കാര്യം ദൈവം ചെയ്യും. ദൈവം ചെയ്യും. നക്ഷത്രം കണ്ടതുകൊണ്ട് ആ സന്തോഷിച്ച സന്തോഷം തരും എന്ന് ആലോചന അറിയിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ എവർക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന ആ നക്ഷത്രം ആ കാണേണ്ടത് ഊരാബാല ഹത്തരാജാബാല ഊരാബാല ശതരാബ രാബാരാബ രാജാരാജ ഊരാബാല ഭൗഷ അതിന്റെ കടകട ജലധർമ്മല ശാന്താരാജ ധീരാജാര അത്തിര ജഗള റംദ റീവൽ കന്ദൽ ഷാര ധീര ബാല ബൗഡ ബാല അത്തിര ജഗള റംദ റീവൽ കന്ദൽ ബൗഡ രാവ ബൗഡ ലാഷ റംദ റംദൽ ഷാര ധാര ധീര ധാര അത്ത രാജ ധീര ബാല ഹംദ ബാല ശൗഡ ബാല അത്തിര ജഗളെ റംദൽ ബൗഡ ബല ശാന്തല ബൗഡ റീവൽ അന്തൽ ബൗഡ റീവൽ ഉഡബല ബൗഡ രഗജ റംദ റീവൽ അന്തൽ ബൗഡ രഗലക ഓ ഷ്യാരാധാര ധീര ബാല ശാന്താരാജ. ആമേൻ, ആമേൻ. വിദ്വാൻമാർ, ആമേൻ, നക്ഷത്രം ആമേൻ ഉദിച്ചത് കണ്ടിട്ട് അവർ കിടക്കുന്ന വിദ്വാൻമാർ, സ്വത്രം, അവർ വരികയാണ്. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളതിൻ്റെ അടയാളം അവർക്കത് കണ്ടതാണ്. അവർ വ്യക്തമായി കണ്ടതാണ്. അത് കണ്ടിട്ട് അവർ വരപ്പെടുമ്പോൾ തിരുവെഴുത്തുകൾ പറഞ്ഞ ഇങ്ങനെയാണ്: അവർ യേശു കിടക്കുന്ന ആമേൻ സ്വത്രം സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കപ്പെടുമ്പോൾ വഴിയിൽ വെച്ചൊരു മാറ്റം സംഭവിച്ചു. അവർ വിചാരിച്ചു അവൻ അത്ഭുത മന്ത്രിയല്ലേ, വീരനാം ദൈവമല്ലേ, നിത്യപിതാവല്ലേ, സമാധാന പ്രഭുവല്ലേ. അതുകൊണ്ട് ഇത്രയും സർവശക്തനായ ദൈവം വഴിയിൽ ആമേൻ ജനിക്കാറില്ല, ആമേൻ പുൽത്തൊട്ടി കിടത്താറുമില്ല, അവൻ കൊട്ടാരത്തിലായിരിക്കും ജനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു ഊട്ടാബാല അന്തരാബാബ. ആമേൻ. ഇവർ പുറപ്പെട്ട് ദർശനം കണ്ട് വന്നവരെ കേറാതാവായിരിക്കുന്നവന്റെ ശക്തിയുടെ ശക്തി അവരെ വഴി തെറ്റിച്ചതുപോലെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരെ വഴി തെറ്റിപ്പിക്കുന്ന ഹെരോദാവിന്റെ ശക്തികൾ ഇന്ന് ഈ പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 8ാമത്തെ ദിനത്തിൽ തെറ്റിക്കടക്കുന്നതിനെ പിടിക്കുവാൻ
വല കീറിപ്പോയ വലയല്ല, കീറിപ്പോയ വലയല്ല, കീറുന്ന വലയല്ല. 153 മീനുകൾ പിടിച്ചെടുക്കുന്ന വല. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യം ഒന്ന് വായിക്കാമോ? 2-3 വാക്യം. അതെ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട്. അടുത്ത് കാര്യം ഇവർ കണ്ടതായിരിക്കുന്ന വെളിപ്പാട്, ഇവർ കണ്ടതായിരിക്കുന്ന ദർശനം, അവർ ആ വിദ്വാൻമാർ സ്വത്രം അവർ യെരുശലേമിലേക്ക് വരപ്പെടുന്ന സമയത്തിൽ അവരുടെ ചിന്ത മാറി. ചിന്ത മാറി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു കിടക്കുന്ന പുൽത്തൊട്ടിയിലാണ്. യേശു ക്രിസ്തു കിടക്കുന്ന അവിടെയാണ്. ജനിക്കപ്പെട്ടത് വഴിയിൽ, അവൻ കിടക്കുന്നത് പുൽത്തൊട്ടിയിലാണ്. അപ്പൊ യേശു ക്രിസ്തു കിടക്കുന്ന സ്ഥലത്ത് ഈ ദർശനമുള്ളവർക്ക് ഡയറക്റ്റ് എത്താൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ പറയാ, വഴി തടഞ്ഞു നിൽക്കുന്ന ഹേരോദാവിന് ഇനി വഴി തടയാൻ പറ്റത്തില്ല, ഇനി വഴി തടയാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്ന ദൈവജനം, ഹല്ലേലൂയ. ഞാൻ തെറ്റിയവനാ, പക്ഷേ ഞാൻ മുന്നോട്ട് പോകും പരിശുദ്ധാത്മാവിനാൽ. സഹോദര സഹോദരി, ദൈവദാസനെ, നിങ്ങളുടെ ദൂതല്ലേ നിന്ന് പോയെങ്കിൽ ഇതാ തുടങ്ങാൻ പോകുക. നിന്ന് പോയെങ്കിൽ ഇതാ തുടങ്ങാൻ പോകുക. എങ്ങോട്ട് പോണമെന്ന് അറിയാൻ കഴിയാതായെങ്കിൽ ഇതാ മുന്നോട്ട് വഴി തുറക്കുക.